നമസ്കാരം. ന്യൂസ് അറ്റ് 9 ആരംഭിക്കുകയാണ്. വോട്ട് ക്രമക്കേട് ആരോപണം കോൺഗ്രസ് കത്തിക്കുമ്പോൾ തൃശൂർ MP എവിടെ എന്ന് സോഷ്യൽ മീഡിയ ട്രോളുകൾക്കിടെ സുരേഷ് ഗോപി ഇന്ന് തൃശൂരെത്തി. മാധ്യമങ്ങളോട് പതിവ് ശൈലിയിലുള്ള പ്രതികരണമില്ല. എല്ലാറ്റിനും നന്ദി എന്ന കൊള്ളിച്ചുള്ള ഒരു വാക്കു മാത്രം. മാധ്യമങ്ങൾ പുറകെ കൂടിയിട്ടും ഒന്നും മിണ്ടിയില്ല കേന്ദ്രമന്ത്രി. തൃശൂരിലെ BJP ജയം മുന്നണികൾക്കുണ്ടാക്കിയ അമ്പരപ്പ് അത് ഒട്ടും കുറയുന്നില്ല എന്നാണോ? രാഹുൽ ഉയർത്തിയ ആരോപണത്തിന് ചുവട് പിടിച്ച് തൃശൂരിൽ മാത്രം കോൺഗ്രസ് കടിപ്പിക്കുന്നത് എന്തിനാണ്? കള്ളവോട്ടിന്റെ കേരളത്തിലെ അപ്പോസ്തലന്മാർ ആരെന്നറിയാത്തവരൊന്നും അല്ലല്ലോ കോൺഗ്രസ് നേതാക്കൾ. ആറ്റിങ്ങലിലെ ഇരട്ട വോട്ടുകളും കള്ളവോട്ടുകളും അടൂർ പ്രകാശ് ഇറങ്ങി വെട്ടിയത് ഓർക്കണം. രമേശ് ചെന്നിത്തല സമാനമായ ആരോപണം ഉന്നയിച്ച് മുൻകരുതലെടുത്തതും ഓർക്കണം. അതൊന്നും അതിനൊരു തുടർച്ചയുണ്ടാക്കാനും ഏറ്റെടുക്കാനും തയ്യാറാകാത്തവർ ഇപ്പോൾ കേസും പരാതിയും മറ്റുമായി പോകുന്നു. BJPയുടെ പ്രതിരോധം സോണിയാഗാന്ധിയെ ആരോപണ വിധേയാക്കിയാണ്. 1983 ഇന്ത്യൻ പൗരത്വം ലഭിച്ച സോണിയയ്ക്ക് അതിനു മുൻപേ ഇവിടെ വോട്ടുണ്ടായിരുന്നു എന്ന ആരോപണം ഗൗരവമുള്ളത് തന്നെ. കൂടാതെ വയനാട്ടിലെ കള്ളവോട്ടിന്റെ കണക്കും BJP നിരത്തുകയാണ്. അപ്പോൾ ആരും ശുദ്ധരല്ല. അന്വേഷിക്കണ്ടേ? ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ടെത്തണ്ടേ? ജനാധിപത്യം പുലരട്ടെ. ഇനിയുള്ള ഈ നേതാക്കളുടെ നീക്കം അതിനുവേണ്ടിയാകട്ടെ. ന്യൂസ് അറ്റ് 9 ആരംഭിക്കുന്നു. വിവാദങ്ങൾക്കിടെ തൃശൂരിലെത്തി സുരേഷ് ഗോപി. സ്വീകരണം നൽകി BJP പ്രവർത്തകർ. എല്ലാ സഹായത്തിനും നന്ദിയെന്ന് മാത്രം പ്രതികരണം. പ്രതിരോധിച്ച് BJP നേതാക്കൾ 2029 ഉണ്ടാവും, 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും, ഇനിയും ജയിക്കും. കൂറുനാലികൾ ഓലിയിടുക, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാവും. മറുപടി വേണമെന്ന് കോൺഗ്രസും CPM-ഉം. കന്യാസ്ത്രീ മോചനത്തിൽ BJP നേതാക്കൾ സഹായിച്ചെന്ന് സിറോ മലബാർ സഭ. പക്ഷേ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഇടപെട്ടത് ശ്രീ രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും ഒക്കെയാണ്. കാരണം അവർക്കാണ് അധികാരപരമായിട്ട് കേന്ദ്ര സർക്കാരിൽ അധികാരമുള്ളത് കൊണ്ട് ഇതിൽ ഇടപെടാൻ സാധിക്കുന്നതും അവർക്കാണ്. കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ NIA അന്വേഷണം വേണം. പാംപ്ലാനി അവസരവാദിയെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി. വോട്ടുകൊള്ള ആരോപണത്തിൽ റായ്ബറേലിയിലെയും വയനാട്ടിലെയും കണക്ക് നിരത്തി BJP പ്രതിരോധം. ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മുൻപ് സോണിയ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു എന്ന ആരോപണം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ടെന്നും BJP. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കാട്ടി BJP സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വിഭജന ഭീതി ദിനാചരണത്തിൽ തർക്കം തുടരുന്നു. നിലപാട് കടുപ്പിച്ച് ഗവർണർ. എല്ലാ സർവകലാശാലകളും ദിനാചരണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും കത്ത് നൽകി. നിലപാടിനെതിരെ സർക്കാരും പ്രതിപക്ഷവും രംഗത്ത്. വൈസ് ചാൻസലർ നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് സുപ്രീം കോടതി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന് തിരിച്ചടി. ഭരണാധികാരിക്കെതിരായ ഹർജി കോടതി തള്ളി. നിരാശാജനകമെന്ന് സാന്ദ്ര. അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. ദേശീയപാതയോരത്തെ പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാം. ഇടക്കാല ഉത്തരവിൽ മാറ്റം വരുത്തി ഹൈക്കോടതി. മറ്റു മേഖലയിലെ പമ്പുകളിലെ ശൗചാലയ ഉപയോഗത്തിന് നിയന്ത്രണം. ശൗചാലയം ഉപയോഗിക്കുന്നവരെ തടയരുതെന്ന് പമ്പുടമകളോട് ഹൈക്കോടതി. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. സമൂഹ മാധ്യമ ഇടപെടൽ പോരെന്ന CPM-ൽ വിമർശനം. MP നികേഷ് കുമാറിന്റെ പ്രകടനത്തിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി. വിവാദങ്ങളിൽ പ്രതിരോധം തീർക്കാനാവുന്നില്ലെന്ന് വിലയിരുത്തൽ. നികേഷ് കുമാറിന് പാർട്ടി നൽകുന്ന കൂടിയ അലവൻസിലും അതൃപ്തി. വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിച്ച് KT ജലീൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ചേക്കും. തവനൂരിൽ താൽപര്യം പ്രകടിപ്പിക്കാതെ അബ്ദുറഹ്മാൻ. മുസ്ലിം ലീഗിനെതിരെ ജലീലിനെ മുൻനിർത്തി LDF നീക്കം. രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ട് സജീവമായി
ജലീലും. തീരുമാനങ്ങൾക്കിടെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക്. UN പൊതുസഭയിൽ മോദി സംസാരിക്കുക അടുത്ത മാസം. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വ്യാപാര കരാർ ചർച്ചയാകാനും സാധ്യത. ஒரு மனுஷன் இந்த உலகத்திலிருந்து ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா it can be a disaster. ആരാധകർ കാത്തിരുന്ന രജനീകാന്ത് ചിത്രം കൂലി നാളെ തിയേറ്ററുകളിൽ. കേരളത്തിൽ പുലർച്ചെ 6 മണിക്ക് ആദ്യ പ്രദർശനം. പ്രീ സെയിലിലൂടെ ചിത്രം നേടിയത് $2 മില്യൺ. സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തി, പക്ഷേ ഒന്നും മിണ്ടിയില്ല. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ തെളിവുകൾ ഓരോന്നായി പുറത്തു വരുമ്പോഴും വിവാദത്തിൽ പ്രതികരിക്കാതെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. ഇത്രത്തോളം സഹായിച്ച് നന്ദി എന്ന് മാത്രമായിരുന്നു മാധ്യമങ്ങളുടെ ആവർത്തി ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ മറുപടി. ജോർജ് കുര്യനാകട്ടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പലവിധം ആരോപണം ഉയർന്നെങ്കിലും നമുക്കറിയാം പലപ്പോഴും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കാറുണ്ട്, രൂക്ഷമായി പലപ്പോഴും പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഇന്ന് അർത്ഥഗർഭമായി അദ്ദേഹം മാറി നിന്നു, സംസാരിച്ചില്ല. കാര്യമായി നന്ദി മാത്രമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്ന കാഴ്ചകളും കണ്ടു. പിന്നീട് പല ചടങ്ങുകളിലും പങ്കെടുത്തുവെങ്കിലും മാധ്യമങ്ങൾ പുറകെ കൂടിയെങ്കിലും സുരേഷ് ഗോപി മിണ്ടിയില്ല. നവമി ദിനേശിന്റെ റിപ്പോർട്ട്. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കെ രാവിലെ 9:30 വന്ദേ ഭാരതിൽ സുരേഷ് ഗോപി 1 മാസങ്ങൾക്ക് ശേഷം സ്വന്തം മണ്ഡലമായ തൃശൂരിലെത്തി. പോലീസിന്റെയും പ്രവർത്തകരുടെയും കരവലയത്തിനുള്ളിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒന്നും മിണ്ടാതെ ഇറങ്ങിയ സുരേഷ് ഗോപിയെ മുദ്രാവാക്യങ്ങളോടെ വലിയ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. ഇന്നലെ രാത്രി CPM ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉൾപ്പെടെ 5 BJP പ്രവർത്തകരെ അശ്വനി ആശുപത്രിയിലെത്തി സുരേഷ് ഗോപി കണ്ടു. ആവർത്തിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രമായിരുന്നു മറുപടി. CPM പ്രവർത്തകർ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാല ഇടുകയും ചെയ്ത തന്റെ ക്യാമ്പ് ഓഫീസിലേക്കായിരുന്നു സുരേഷ് ഗോപി അടുത്തതായി പോയത്. ഓഫീസ് സ്റ്റാഫിനോടും പ്രവർത്തകരോടും സംസാരിച്ചു. സുരേഷ് ഗോപിയെ കാണാൻ K. സുരേന്ദ്രനുമെത്തി. ഒടുവിൽ വിഷയത്തിൽ പ്രതികരിക്കാതെ സുരേഷ് ഗോപി തൃശൂർ വിട്ടു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പ്രതികരിച്ചില്ല. എന്നാൽ സുരേഷ് ഗോപിക്ക് പ്രതിരോധം തീർത്ത മുതിർന്ന BJP നേതാക്കൾ രംഗത്തെത്തി. അതിനുശേഷം തന്നെ MK ഓഫീസിലേക്ക് പോകും. പിന്നീടാവും കമ്മിറ്റി ഓഫീസിലെ മാർച്ച് പങ്കെടുക്കുക. BJP നേതാക്കളെ ആക്രമിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുക എന്നാവശ്യപ്പെട്ട് കമ്മീഷണർ ഓഫീസിലേക്ക് വലിയ പ്രതിഷേധം BJP നടത്തി. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ 3 പ്രാവശ്യം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്തായാലും വിവാദ വിഷയങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന് തന്നെയാണ് സുരേഷ് ഗോപിക്ക് നേതൃത്വം നൽകിയ നിർദ്ദേശം. അതേസമയം ഇന്നലെ നടന്ന CPM BJP കല്ലേറിൽ 70 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 40 BJP പ്രവർത്തകർക്കും 30 CPM പ്രവർത്തകർക്കുമെതിരെയാണ് കേസ്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 തൃശൂർ. അതേസമയം തൃശൂരിലെ വോട്ട് വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് UDF-ഉം LDF-ഉം. വോട്ട് കൊള്ളയിൽ മറുപടി പറയാനുള്ള ബാധ്യത സുരേഷ് ഗോപിക്കും BJP-ക്കും ഉണ്ടെന്നാണ് VD സതീശൻ ഇന്ന് പറഞ്ഞത്. പ്രതിരോധിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മൗനമെന്നും സതീശൻ പറഞ്ഞു. ഈ വിഷയം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നപ്പോൾ
രാജ്യം മുഴുവൻ ഇത് ചർച്ചയായപ്പോൾ തൃശ്ശൂരിലെ വിഷയം കൊണ്ടുവന്നു. തീർച്ചയായിട്ടും അവിടെ വിജയിച്ച MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അതിന്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട്. അവരത് പറഞ്ഞേ മതിയാവും, അവരത് പറയണം. വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. BJP പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് രാജ്യത്ത് ഉടനീളം. സംസ്ഥാനത്ത് തൃശ്ശൂരിലെ കേസിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ അവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങളൊന്നും മിണ്ടില്ല, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് യോജിച്ചല്ലേ. ഇപ്പൊ നാളെ ഞാനാണെങ്കിൽ എനിക്കെതിരെ നിങ്ങളൊരു തെറ്റായ കാര്യം പറഞ്ഞാൽ എനിക്കത് എന്റെ അവകാശമല്ലേ. BJP രാഷ്ട്രീയമായി ഉത്തരം പറയണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് ആവശ്യപ്പെട്ടത്. ഭീഷണി വേണ്ടെന്നും കുറെ കണ്ടതാണെന്നുമായിരുന്നു CPM ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിനെ കുറിച്ചുള്ള മറുപടി MV ഗോവിന്ദന്റെ. സുരേഷ് ഗോപി ഉൾപ്പെടെ എല്ലാവരും പറയേണ്ടത് എന്താ ഈ സംഭവിച്ചത്? അവരാണല്ലോ, അവരെ കുടുംബക്കാരും അവരുമാണ്, RSS നേതാക്കന്മാർ ഉൾപ്പെടെയാണ് അത് അവിടെയും ഇവിടെയും പോയിട്ട് ഉണ്ടാകുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അവർ ഇലക്ഷൻ അട്ടിമറി പോലെ തന്നെയാണ് ഉപയോഗിക്കുക. അത് ഗൗരവപൂർവമായ അന്വേഷണവും പരിശോധനയും. ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുൻപാകെ ഹാജരായി LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഇന്ന് വിശദീകരണവും നൽകി. തെളിവുകൾ സത്യവാങ്മൂലമായി നൽകണമെന്ന് പറയാൻ കമ്മീഷന് അധികാരമില്ല. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ആകെ തട്ടിപ്പാണെന്നും കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ സംശയത്തിലാണെന്നും സുനിൽകുമാർ ആരോപിച്ചു. 24 പാരഗ്രാഫുള്ള ഒരു വിശദമായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ഇലക്ഷൻ കമ്മീഷന് ഇങ്ങനെ ഒരു ഫ്രോഡ് നടന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരമില്ല. ആ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കാണെങ്കിലും ഇപ്പോൾ എനിക്കാണെങ്കിലും ഇങ്ങനെ ഒരു നോട്ടീസ് തന്നിരിക്കുന്നത്. ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം 22/1/2024 വോട്ടർ പട്ടിക പുറത്തിറങ്ങിയ ശേഷം 4/4/2024 മറ്റൊരു വോട്ടർ പട്ടിക കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ വോട്ടർമാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപ്രകാരം പാലിക്കേണ്ടതായിട്ടുള്ള യാതൊരു നടപടികളും സ്വീകരിക്കാതെയാണ് ആ നിയമ നടപടിയെ സംബന്ധിച്ചുള്ള പ്രൊസീഡിംഗ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ തൃശൂർ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ്. അതിലേക്ക് സുരേഷ് ഗോപി മിണ്ടാതിരുന്നപ്പോഴും ഇന്ന് കൃത്യമായി പ്രതികരിച്ചത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ്. സുരേഷ് ഗോപി ഒരു കേസിനെയും പേടിക്കുന്ന ആളല്ല. കന്യാസ്ത്രീ വിഷയത്തിൽ അതിരൂപതയ്ക്ക് ഒരു പ്രശ്നവുമില്ല. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ സുരേഷ് ഗോപി ഇനിയും ഇവിടെ ഉണ്ടാകും എന്നും സുരേന്ദ്രൻ പറഞ്ഞു. സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക്. 2029 ഉണ്ടാവും, 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും, ഇനിയും ജയിക്കും. കൂറുനാലികൾ ഓലിയിടുക, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. ആവശ്യത്തിന് വിടും. പാർട്ടിയല്ലല്ല, പാർട്ടി പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയും. അതിനാണല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അത് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഏത് സംശയവും ചോദിക്കും. ഒറ്റ കാര്യം ഞാൻ പറയാം നിങ്ങളോട്, സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം UDF-ഉം LDF-ഉം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ബൂമറാങ് പോലെ അതൊക്കെ തിരിച്ചടിക്കുക. ഇതും ഞാൻ പറയുന്നു, സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിക്കാൻ മാത്രമേ ഈ ആരോപണങ്ങൾ ഉപകാരമായിട്ടുള്ളൂ എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീടും ഇന്ന് സുരേഷ് ഗോപി സന്ദർശിച്ചു. കുടുംബാംഗങ്ങളോട് സംസാരിച്ച സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. BJPയെ കണ്ട് കേസിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് സുരേഷ് ഗോപി ഉറപ്പ് നൽകിയതായി പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. NIA അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷയെന്നും പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ പ്രതിയായ റമീസിന്റെ കസ്റ്റഡി തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുള്ളിൽ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. ഇയാളുടെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യുന്നു. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതിനു മുന്നോടിയായി റമീസിന്റെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ അതിലുള്ള പരിശോധനകളും തുടരുകയാണ്. മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതിന്റെ ഫലമായിട്ടാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ NIA അന്വേഷണം തന്നെ വേണം. ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പോലും ദുർബലമാണ് എന്ന് പെൺകുട്ടിയുടെ കുടുംബം പറയുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ മുന്നോട്ട് പോക്കിന്
അന്വേഷണ സംഘത്തിന് ഈ മാതാപിതാക്കളെ അടക്കം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ഫോൺ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ചയോടുകൂടിയായിരിക്കും മാതാപിതാക്കളെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക, കസ്റ്റഡിയിലെടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ പ്രതി ചേർക്കാനുള്ള സജീവ സാധ്യത തന്നെയാണ് ഉള്ളത്. കാരണം പെൺകുട്ടിയുടെ കത്തിലടക്കം, ആത്മഹത്യാക്കുറിപ്പിലടക്കം ഇവരെക്കുറിച്ച് ശക്തമായ രീതിയിലുള്ള പരാമർശങ്ങളുണ്ട്. പെൺകുട്ടി റമീസിന്റെ വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റമീസിന്റെ ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. ഇയാളെ കൂടി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ഇക്കാര്യത്തിൽ ഈ ഒരു സംഭവത്തിൽ NIA അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് പെൺകുട്ടിയുടെ കുടുംബം നിലനിൽക്കുന്നത്. ഇന്ന് ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇവരുടെ കുടുംബത്തിന്റെ ഒരു ആവശ്യങ്ങളിൽ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് ഇവർ ഉറപ്പ് നൽകിയതായി പെൺകുട്ടിയുടെ സഹോദരൻ പറയുകയുണ്ടായി. എന്തായാലും ഈ ഒരു വിഷയം രാഷ്ട്രീയപരമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് BJPയും ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതൊരു മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ആരോപിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുള്ള കാര്യത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിൽ ഈ കാര്യത്തിൽ NIA അന്വേഷണം വേണമെന്ന് സിറോ മലബാർ സഭയും ആവശ്യമുന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഛത്തീസ്ഗഡ് ആക്രമണത്തിനിരയായ കന്യാസ്ത്രീ സിസ്റ്റർ പ്രീതി മേരിയുടെ അങ്കമാലിലെ വീടും ഇന്ന് കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കുകയോ കന്യാസ്ത്രീകളുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയോ ചെയ്യാതിരുന്നത് വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം. എന്നാൽ വിഷയത്തിൽ ഇപ്പോഴും സുരേഷ് ഗോപി പ്രതികരണത്തിന് ഇന്നും തയ്യാറായില്ല. ജാമ്യം ലഭിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും തങ്ങൾക്ക് പിന്തുണ ഉണ്ടാകുമെന്ന് കുടുംബത്തെ അറിയിച്ചിരുന്നതായും പ്രീതി മേരിയുടെ സഹോദരൻ ബിജു മാധ്യമങ്ങളെ അറിയിച്ചു. സഭയ്ക്ക് CPMനോട് ഒട്ടും ഭയമില്ല. കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് സിറോ മലബാർ സഭ. തീവ്രവാദ ബന്ധമുള്ള പാനായിക്കുളവുമായി കേസിന് ബന്ധമുണ്ട്. വിഷയത്തെ വളരെ ഗൗരവത്തോടെയാണ് സഭ കാണുന്നത്. നിർബന്ധിത മതപരിവർത്തനം പോലെ പല വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടില്ലെന്നും സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയലിൽ പറഞ്ഞു. ഈ സോനായുടെ വിഷയത്തിലാണെങ്കിലും സിറോ മലബാർ സഭ ഞങ്ങൾ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ഒരു കൃത്യമായ ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സിറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസ് സഭാതലത്തില് ഈ ഒരു വിഷയം NIA ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വീട്ടുകാരുടെ ആവശ്യം അത് തന്നെയാണ്. അത് കുട്ടിയുടെ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിർബന്ധിത മതവിരുദ്ധം പോലെയുള്ള അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുക, ഒരുപക്ഷെ IPC 366 ഒക്കെ ചുമത്തേണ്ട വകുപ്പുകളുണ്ട്. ആ വകുപ്പ് ഇതുവരെ സർക്കാർ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട്. അത് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാന സർക്കാരും തയ്യാറാണ്. കന്യാസ്ത്രീകളുടെ മോചനത്തിന് ഏറ്റവും അധികം സഹായിച്ചത് ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖറുമാണെന്നും ഇന്ന് സിറോ മലബാർ സഭാ പ്രതിനിധികൾ വ്യക്തമാക്കിയതും ശ്രദ്ധേയമായി. ഇതിനകത്ത് പക്ഷേ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഇടപെട്ടത് ശ്രീ രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും ഒക്കെയാണ്. കാരണം അവർക്കാണ് അധികാരപരമായിട്ട് കേന്ദ്ര സർക്കാരിൽ അധികാരം ഉള്ളതുകൊണ്ട് ഇതിൽ ഇടപെടാൻ സാധിക്കുന്നതും അവർക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ഇടപെടലുകളൊക്കെ വളരെ ശക്തമായിട്ടും ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ട ഒരു ചുമതല സഭയ്ക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പാമ്പാനി പിതാവ് എല്ലാവർക്കും പൊതുവായിട്ടൊരു നന്ദി പറഞ്ഞു. ഇന്ന് കോട്ടയത്താണ് സിറോ മലബാർ സഭയുടെ പ്രതിനിധികൾ വാർത്താ സമ്മേളനം നടത്തിയത്. ജി ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീജിത്ത്, ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. BJPയുടെ ഇനിഷ്യേറ്റീവ് ഈ മോചനത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അത് വ്യക്തമാക്കുകയാണ്. ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ കോതമംഗലത്തെ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ലവ് ജിഹാദ് എന്ന ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ സ്റ്റാൻഡാണ് സഭയുടേത്, അല്ലേ? ഒരുപക്ഷെ കോതമംഗലം സംഭവം ഉണ്ടായതിനു ശേഷം സാധാരണഗതിയിൽ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും
അങ്ങനെ ആ രീതിയിൽ വന്നിരുന്നില്ല. എന്തായാലും അതിനെല്ലാം പിന്നിലാണ് മീഡിയ കമ്മീഷന്റെ സെക്രട്ടറി തന്നെ ജെയിംസ് കോക്കാവയിൽ തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുണ്ട്. പ്രത്യേകിച്ച് മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങൾ വന്നിട്ടും പരാതികൾ വന്നിട്ടും അതനുസരിച്ചുള്ള വകുപ്പുകൾ ചേർത്തിട്ടില്ല. ഇതിന് സർക്കാർ തയ്യാറാകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഈ ഒരു വിഷയത്തിൽ NIA അന്വേഷണം വേണം എന്ന് തന്നെയാണ്. കാരണം പാനായിക്കുളം പോലെ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് നേരത്തെ കണ്ടെത്തിയ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് യുവാവിന്റെ വീടുള്ളത്. അതുകൊണ്ട് തന്നെ അതുമായി ഇക്കാര്യത്തിൽ ബന്ധമുണ്ടോ? അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യമാണ് കത്തോലിക്ക സഭ ഫലത്തിൽ മുന്നോട്ട് വെക്കുന്നത്. യാക്കോബായ സഭാംഗമാണ്. അതുകൊണ്ട് തന്നെ അവരാണ് ഇക്കാര്യത്തിൽ ഒരു ഏറ്റവും ആദ്യം മുന്നിട്ട് വരേണ്ടത്. അതുകൊണ്ടാണ് തങ്ങൾ ഇതുവരെ പ്രതികരിക്കാതിരുന്നത്. പ്രതികരണങ്ങൾ നടത്തിയിരുന്നു, പലതരത്തിലും വാർത്താക്കുറിപ്പൊക്കെ ഇറക്കിയിരുന്നു. പക്ഷെ ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് കടക്കാത്തത് അതൊരു മറ്റൊരു സഭാംഗമായതുകൊണ്ട് മാത്രമാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല CPM-നെതിരെയും ഗുരുതര ആരോപണമുണ്ട്. ഈ പാംപ്ലാനി പിതാവ് BJP നേതാവ് ഷോൺ ജോർജിനെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും രാജീവ് ചന്ദ്രശേഖരനെയും ഒക്കെ പുകഴ്ത്തി പറഞ്ഞത് അതിൽ സഭയ്ക്ക് അങ്ങനെ ഒരു കടപ്പാടുണ്ട്. കാരണം ഈ വിഷയത്തിൽ അധികാരമുള്ളത് രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ ഷോൺ ജോർജിനെ പോലെയുള്ള നേതാക്കൾക്കാണ്. അവരാണ് ഇടപെട്ടത് എന്ന് ഫലത്തിൽ തുറന്നു പറയുകയാണ് ജെയിംസ് കോക്കാവയിൽ ചെയ്തത്. അതുകൊണ്ടാണ് അവരുടെ പേരെടുത്ത് പറഞ്ഞ് അവർക്ക് നന്ദി പറഞ്ഞത് എന്ന് ഫലത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷേ ഇതിന് പിന്നാലെ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനെ വിമർശിക്കുന്നത് ഈ കോതമംഗലം സംഭവം പോലുള്ളവ അതിനെ മൂടി വെക്കാനാണ്, അത് ചർച്ച ചെയ്യപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അതിഗുരുതരമായ ആരോപണമാണ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ JB കമ്മീഷൻ റിപ്പോർട്ട് പോലുള്ളവ അതിലൊന്നും വേണ്ട ഇടപെടൽ നടത്താത്ത സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങൾ, കത്തോലിക്ക സഭ നേതാക്കൾക്കെതിരെ നടത്തുന്ന പ്രതികരണങ്ങൾ നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. BJP കേക്കുമായി വരുന്നതിനെ ഫലത്തിൽ ഇത്തരം പലരും വരാറുണ്ട്. ആരെയും പുറത്തു നിർത്തുന്ന ശീലം ഇനിയും ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറയുകയാണ്. എല്ലാവർക്കും BJPക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ BJP സമീപകാലങ്ങളിൽ പല പ്രശ്നങ്ങളും ഛത്തീസ്ഗഡ് വിഷയം അടക്കമുണ്ടായ ശേഷം BJP അനുകൂല നിലപാട് ഒരു പരിധിവരെ ജോസഫ് പാംപ്ലാനി അദ്ദേഹമാണ് നടത്തിയത്, തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ. അതിനുശേഷം ഒരു പ്രത്യക്ഷ പ്രതികരണം ഫലത്തിൽ വീണ്ടും ഉണ്ടാകുന്നു. അത് സഭയുടെ മീഡിയ കമ്മീഷന്റെ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ശ്രദ്ധേയമായുള്ളത്. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെയുള്ള വിമർശനം ഇന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ചു. ഇന്നലെ രൂക്ഷമായ പ്രതികരണം കത്തോലിക്ക സഭയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവസരവാദി എന്നാണ് ഇന്ന് വിശേഷിപ്പിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഘടിപ്പിക്കുകയാണ്. അവസരവാദ നിലപാട് സ്വീകരിച്ചവരെ അവസരവാദി എന്ന് തന്നെ പറയണം. അവസരവാദം എന്നത് അശ്ലീല പദമല്ല. ഓരോരുത്തരും അവരവരുടെ നിലവാരത്തിനനുസരിച്ച് പ്രതികരിക്കുമെന്നായിരുന്നു ഫിലിപ്പ് കവിയലിന്റെ ഗോവിന്ദച്ചാമി പരാമർശത്തിന് MV ഗോവിന്ദന്റെ മറുപടി. നടക്കുന്ന കടന്നാക്രമണത്തെ പ്രതിരോധിക്കുന്ന ഒരു ശക്തിയായ വിഭാഗം കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുണ്ട്. MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരണമാണത്. നമുക്കറിയാം ഇന്ന് കേരളത്തിൽ വോട്ട് വിവാദം കത്തുന്ന സാഹചര്യമുണ്ട്. വോട്ട് ചോരി എന്ന തരത്തിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന് BJPയുടെ മറുപടി ഇന്നുണ്ടായി. ബീഹാറിലെ വോട്ട് പട്ടിക വിവാദങ്ങൾക്കിടെയാണ്. ഒപ്പം വോട്ട് ചോരി വിവാദമുണ്ട്. ഇതിനെ പ്രതിരോധിക്കുന്നത് BJP സോണിയാഗാന്ധിക്കെതിരെ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാണ്. സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മുൻപ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു എന്ന ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. 1980 മുതൽ 82 വരെയുള്ള കാലഘട്ടത്തിൽ പട്ടികയിൽ സോണിയയുടെ പേരുണ്ടായിരുന്നുവെന്നും 83-ലാണ് ഇന്ത്യൻ പൗരത്വം ലഭിച്ചതെന്നും മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ആരോപിച്ചു. അതുമാത്രമല്ല, ഇന്ന് ഇത് വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. വാദം നാളെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അഭിലാഷ് രാധാകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരും. അഭിലാഷ്, BJP ഡിഫൻസ് സോണിയയ്ക്ക് നേരെയാണ്. ഒപ്പം ഇന്ന് കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു. വിശദാംശങ്ങൾ. രഞ്ജിത്ത്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാദേവപുരയുമായി ബന്ധപ്പെട്ട് 1 ലക്ഷത്തി ചില്ലുവാനം വോട്ടുകളുടെ കള്ള വോട്ടുകൾ അവിടെ ഉണ്ടായെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തലുകൾ വലിയ രീതിയിൽ രാജ്യത്ത് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് BJPയുടെ നേതാവ് അനുരാഗ് ഠാക്കൂർ ഒരു ഡിഫൻസുമായി എത്തിയത്. അതായത് 1983 മാത്രം ഇന്ത്യൻ പൗരത്വം നേടിയ സോണിയാഗാന്ധി 1980-കളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിൽ, വോട്ടർ ലിസ്റ്റിന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് BJPയുടെ
BJPയുടെ വാദം. ഇതുമായി ബന്ധപ്പെട്ടുള്ള വോട്ടർ പട്ടികയുടെ ലിസ്റ്റും BJP കേന്ദ്രങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇതിപ്പോൾ ട്വിറ്ററിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ BJP ഇതിൽ നിന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് പണ്ട് മുതലേ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ, ഇലക്ഷൻ പട്ടികയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ പലരുടെയും പേരുകൾ ചേർക്കാറുണ്ടായിരുന്നു, അവർ വോട്ട് ചെയ്തിരുന്നു എന്നുള്ളത്. അത്തരത്തിൽ ഒരു എന്താ പറയുക, ഇത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ വോട്ടുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. കേരളത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും ഇത്തരത്തിൽ വോട്ടുകൾ ചേർത്തിരുന്നു എന്നുള്ളതാണ് BJP ഇപ്പോൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊരു സുപ്രീം കോടതിയിൽ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ 65 ലക്ഷത്തോളം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകൾ നാളത്തോടെ ഈ വാദം പൂർത്തിയാക്കണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. അതിൽ ഇന്ന് കോടതിയിൽ നടന്ന പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് അഭിഷേക് മനു സിംഗ്വി പറയുന്നത് നിലവിൽ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷത്തോളം ആളുകൾ പുറത്തായിട്ടുണ്ട്. ഇതിൽ ബീഹാർ എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ സംസ്ഥാനമാണ്. അതിൽ ഒരുപാട് പേരുണ്ട്. അതിൽ പാസ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് തിരിച്ചറിയലിന് ഉപയോഗിക്കാമെന്നിരിക്കെ അവിടെ 36 ലക്ഷം ആളുകൾ, വേറെ 1-2% ആളുകൾക്ക് മാത്രമാണ് പാസ്പോർട്ട് അടക്കമുള്ള തിരിച്ചറിയൽ രേഖകളുള്ളത്. അപ്പോൾ ഇതൊന്നുമില്ലാത്ത സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടമാകും എന്നുള്ളതാണ് അഭിഷേക് മനു സിംഗ്വി. അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് ഇത്തരത്തിൽ സമഗ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയിൽ വാദിച്ച അഭിഷേക് മനു സിംഗ്വി വാദിച്ചത്. അതേസമയം കോടതി ഇതിലെടുത്ത നിലപാടെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അനുകൂലിക്കുന്ന നിലപാടാണ്. കാരണം കഴിഞ്ഞ 20 വർഷമായി സമഗ്രമായി ഒരു വോട്ടർ പട്ടിക അവിടെ പരിഷ്കരിച്ചിട്ടില്ല. മാത്രമല്ല ഇതിനു മുമ്പ് 7 രേഖകളാണ് തെരഞ്ഞെടുപ്പിന് തിരിച്ചറിയൽ രേഖകളായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സമഗ്രമായി വോട്ടർ പട്ടിക പരിഷ്കരിച്ചതിലൂടെ 11 രേഖകൾ തിരിച്ചറിയലിനായി ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട്. ആ നിലപാടുകൾ പങ്കുവച്ചത് കൃത്യമായി. മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകണം. നരേന്ദ്രമോദി അമേരിക്കയിലേക്ക്. ഇന്ത്യ അമേരിക്ക തീരുവ തർക്കങ്ങൾക്ക് പിന്നാലെ അടുത്ത മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകും. UN പൊതുസഭയിൽ സംസാരിക്കാനെത്തുന്ന മോദി ട്രംപുമായി കൂടിക്കാഴ്ചയും നടത്തിയേക്കും. വ്യാപാര കരാർ ചർച്ചയാകും. നമുക്കറിയാം, തീരുവയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഇന്ത്യ അമേരിക്കയുമായി ഉണ്ട്. അതൊക്കെ പരിഹരിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. ആ വാർത്തയിലേക്ക്. വ്യാപാര തീരുവ വിഷയത്തിൽ ഇന്ത്യ US ബന്ധം വഷളായിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനത്തിന് ഒരുങ്ങുന്നത്. സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കാനാണ് യാത്ര. ജനറൽ അസംബ്ലിയിൽ മോദി സംസാരിക്കും. സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ വെച്ച് ഇരു നേതാക്കളും കണ്ടിരുന്നു. ഇതിനുശേഷമാണ് അമേരിക്ക തീരുവ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചത്. സെപ്റ്റംബറിൽ കൂടിക്കാഴ്ച നടന്നാൽ വ്യാപാര കരാർ മുഖ്യ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. വിഷയത്തിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കാനാകും ഇന്ത്യയുടെ ശ്രമം. അമേരിക്കയുടെ 25% തീരുവ ഈ മാസം 7-നാണ് ഇന്ത്യക്ക് മേൽ നിലവിൽ വന്നത്. പിഴയായി ഈടാക്കിയ അടുത്ത 25% കൂടി പ്രാബല്യത്തിൽ വന്നാൽ ഇന്ത്യൻ വിപണി കടുത്ത പ്രതിസന്ധിയിലാകും. എന്നാൽ അമേരിക്കയുമായി യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്നതാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന എന്ത് നിലപാടാകും നേതാക്കൾ സ്വീകരിക്കുക എന്നത് നിർണായകമാണ്. കൂടിക്കാഴ്ച നടന്നില്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക ബന്ധം അടുത്തൊന്നും നല്ല നിലയിൽ ആകില്ല എന്ന് വേണം കരുതാൻ. ഇതിനിടെ 6ാം ഘട്ട വ്യാപാര കരാർ ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധികൾ ഈ മാസം 25-ന് ഇന്ത്യയിലെത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേളയ്ക്ക് ശേഷം 9 മണി വാർത്ത തുടരും. ിൽ സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്ത് റോസമ്മയ്ക്കും പങ്കോ. ആലപ്പുഴ ചേർത്തലയിലെ ഐഷ തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്ത് റോസമ്മയെ സംശയനിഴലിൽ നിർത്തി പുതിയ വെളിപ്പെടുത്തൽ. ഐഷ തിരോധനവുമായി ബന്ധപ്പെട്ട് റോസമ്മ പറയുന്നതെല്ലാം കള്ളമാണെന്ന് കുടുംബവുമായി അടുത്ത ബന്ധമുള്ള നൌഷാദ് ന്യൂസ് 18 പറഞ്ഞു. ഐഷ മേടിച്ചിരിക്കുന്ന ഈ വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഷയുടെ പേരിലല്ലായിരുന്നു, മൂത്ത മകൻ മജീദ് എന്ന് പറയുന്ന ആളുടെ പേരിലായിരുന്നു. അന്വേഷണ സംഘത്തിന് മജീദിൻ്റെ നമ്പറെല്ലാം നമ്മൾ തന്നെയാണ് സംഘടിപ്പിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ മകൻ്റെ പേരിൽ കിടന്നേച്ച വസ്തു അതിൻ്റെ ആദ്യത്തെ ഇടനിലക്കാരനെന്ന് പറയുന്നതും ഈ റോസമ്മ തന്നെയായിരുന്നു. റോസമ്മയുടെ പുരയിടത്തിനോട് ചേർന്നാണ് ഈ വസ്തുവും കിടന്നേച്ചത്. ഐഷ എന്നല്ല, ഇവർ ഒരു മനുഷ്യനെയും അതിലൂടെ വഴി നടത്താൻ സമ്മതിക്കുന്നില്ലായിരുന്നു.
ധർമ്മസ്ഥലയിൽ SITയുടെ അന്വേഷണം അവസാന ഘട്ടത്തിൽ 13-ാം പോയിന്റിൽ തുടർച്ചയായ 2ാം ദിവസവും പരിശോധന നടന്നു. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചായിരുന്നു പരിശോധന. SITയുടെ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് വൈകാതെ കോടതിയിൽ സമർപ്പിക്കും. ഗവർണർ സർക്കാർ പോർ തുടരുന്നു, ഒട്ടും ശമനമില്ലാതെ. വിഭജന ഭീതി ദിനാചരണത്തിൽ നിലപാട് ഘടിപ്പിച്ച് ഗവർണർ. എല്ലാ സർവകലാശാലകളും ദിനാചരണം നടത്തണമെന്നാവശ്യപ്പെട്ട് ചാൻസലർ വീണ്ടും കത്ത് നൽകി. ഗവർണറുടെ നിലപാടിനെതിരെ സർക്കാരും പ്രതിപക്ഷവും രംഗത്തെത്തി. സർക്കുലർ അനുസരിക്കാൻ സർവകലാശാലകളും തയ്യാറായിട്ടില്ല. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ശോഭ കെടുത്താനുള്ള നീക്കമാണ് ഗവർണറുടേത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഭരണഘടനാപരമായ സംസ്ഥാനത്തിനുള്ള അധികാരങ്ങളുണ്ട്, അതിൽ ഗവർണർ കൈയെടുത്താൻ പാടില്ല. ഗവർണർ അവിടുത്തെ ചാൻസലറാണ്. ഇതൊരു ഓർണമെന്റൽ പോസ്റ്റാണ്, അല്ലേ? ഇപ്പൊ മന്ത്രിസഭ ഭൂരിപക്ഷം ഇല്ലാത്ത മന്ത്രിസഭയ്ക്ക് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ പറ്റുമോ? ഇപ്പോ 71 സീറ്റ് കിട്ടാൻ 80 സീറ്റ് ഒരു മുന്നണിക്കോ ഒരു പാർട്ടിക്കോ കിട്ടി, ബാക്കിയുള്ളവർക്ക് 60 കിട്ടി. ഗവർണർക്ക് ഭരണഘടന പറയുന്നതിന്റെ അപ്പുറത്ത് കയറിയിട്ട് 60 സീറ്റ് കിട്ടിയ ആളുടെ നേതാവിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ പറ്റുമോ? അതിന് സമാനമായ കാര്യങ്ങളാണ് ഗവർണർ ഈ സർവകലാശാലകൾ ചെയ്യുന്നത്. അത് ചങ്കുറപ്പോടുകൂടി മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പലപ്പോഴും ഗവൺമെന്റ് പറഞ്ഞില്ല. അതിന്റെ കുഴപ്പമാണ്. വിഭജന ദിനം സാമുദായിക സ്പർദ്ധയ്ക്ക് കാരണമാകുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിമർശിച്ചു. കോളേജുകൾ പരിപാടി നടത്തില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ സുപ്രീം കോടതി അന്തിമ വിധി പറഞ്ഞിട്ടില്ല. ചില പ്രാഥമിക നിരീക്ഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ തന്നെ വളരെ സുവ്യക്തമായ നിലയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിനോട് ആലോചിച്ചിട്ട് വേണം വൈസ് ചാൻസലർ നിയമനം പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് സർവകലാശാല നിയമങ്ങളിൽ സുവ്യക്തമായ നിലയിൽ പറയുന്ന കാര്യമാണ്. അത് കോടതികളാകെ തന്നെ അടിവരയിട്ട് ശരിവച്ചിട്ടും വീണ്ടും സ്വേച്ഛാധിപത്യപരമായ പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ് ശരി എന്ന് വയ്ക്കുന്ന നിഗമനങ്ങൾ കോടതികളുടെ ഭാഗത്തുനിന്ന് ആവർത്തിച്ചുണ്ടായിട്ടും അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണത തുടരുന്നത് ശരിയല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. വിഭജന ഭീതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തുമ്പോഴും അതിനൊന്നും മുഖവിലയ്ക്കെടുക്കാതെ നിലപാട് കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് രാജ്ഭവൻ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ എല്ലാ കോളേജുകളിലും വിഭജന ഭീതി ദിനാചരണം ആചരിക്കണം എന്ന നിർദ്ദേശമാണ് സർക്കുലറിലൂടെ രാജ്ഭവൻ സർവകലാശാലകളെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കേരള സർവകലാശാലയും കണ്ണൂർ സർവകലാശാലയും വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ അയച്ച സർക്കുലറിനോട് താല്പര്യം പ്രകടിപ്പിക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. അതിനുള്ള വിമർശനം കൂടിയാണ് പുതിയ രാജ്ഭവന്റെ നിർദ്ദേശത്തിലൂടെ പുറത്തു വരുന്നത്. അതേസമയം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് പ്രാധാന്യം ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഇതിലൂടെ നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചു. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞത് ഒരു കാരണവശാലും ഈ വിഭജന ഭീതി ദിനാചരണം കോളേജുകളിൽ നടത്താൻ അനുവദിക്കുകയില്ല എന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സർക്കാരിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ വ്യക്തമാക്കിയിരുന്നു. ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തിനും കൂട്ടുനിൽക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ കൃത്യമായി ഒരേ നിലപാടെടുത്ത് ഗവർണറുടെ നിലപാടിനെതിരെ രംഗത്ത് വരുമ്പോഴും വിഭജന ഭീതി ദിനാചരണവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് രാജ്ഭവന്റെ തീരുമാനം. മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകണം. ഇന്ന് ഗവർണറുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രശ്നം കൂടി സർക്കാരുമായി ഉണ്ടെന്ന് നമുക്കറിയാം. അത് വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കാൻ ഈ വിഷയത്തിൽ തീരുമാനിച്ച സാഹചര്യം കൂടി നിലവിൽ വന്നു. ഇന്ന് ഗവർണർക്കും സർക്കാരിനും പേരുകൾ നിർദ്ദേശിക്കാം. തർക്കം പരിധി കടക്കരുതെന്നും ഗവർണറും സർക്കാരും ചർച്ച നടത്തണമെന്നും കോടതി ആവർത്തിച്ചു. ഗവർണറുമായി അനുരഞ്ജനം നടക്കുമെന്ന് തോന്നുന്നില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പ്രതികരിക്കുകയും ചെയ്തു. വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരും ഗവർണറും യോജിപ്പെത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ അസാധാരണ നടപടി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VCമാരെ കണ്ടെത്താൻ സെർച്ച് കമ്മിറ്റിയിലേക്ക് 5 പേരുകൾ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സർക്കാരിനും ഗവർണർക്കും UGCക്കും പേരുകൾ നൽകാം. നാളെ പേരുകൾ നിർദ്ദേശിക്കണം. സെർച്ച് കമ്മിറ്റി നൽകുന്ന പാനലിൽ നിന്ന് ഗവർണർ തെരഞ്ഞെടുപ്പ് നടത്തണം. പ്രശ്നം പരിഹരിക്കാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണെന്നും സുപ്രീം കോടതി പറഞ്ഞു.
സ്ഥിരം വിസി നിയമനം വൈകുന്നതിന്റെ കാരണം കോടതി ആരാഞ്ഞു. ഗവർണർ സഹകരിക്കുന്നില്ലെന്ന് സർക്കാർ അഭിഭാഷകൻ വാദിച്ചു. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ആർക്കാണ് അധികാരമെന്ന് കോടതി ചോദിച്ചു. സർക്കാരിനാണ് അധികാരമെന്നാണ് ചട്ടങ്ങളിൽ കാണുന്നതെന്ന് കോടതി വ്യക്തമാക്കി. ഗവർണറുമായി ചർച്ച ചെയ്യുന്ന നിലപാടിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. സർക്കാരാണ് ശരിയെന്ന് കോടതി വ്യക്തമാക്കിയെന്ന് ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ് ശരി എന്ന് വയ്ക്കുന്ന നിഗമനങ്ങൾ കോടതികളുടെ ഭാഗത്തുനിന്ന് ആവർത്തിച്ചുണ്ടായിട്ടും അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണത തുടരുന്നത് ശരിയല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. താൽക്കാലിക വിസിമാരുടെ പുനർനിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഗവർണർ ഏകപക്ഷീയമായാണ് താൽക്കാലിക വിസിമാരെ നിയമിച്ചതെന്നും ഇത് ചട്ടവിരുദ്ധമായതിനാൽ ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് കേരളം നൽകിയ അപേക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം. ജലീൽ വീണ്ടും മത്സരിക്കുമോ? നമുക്കറിയാം, കെ ടി ജലീൽ നേരത്തെ തന്നെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. താൻ ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ ഇപ്പോൾ ഈ പ്രഖ്യാപനം പിൻവലിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കെ ടി ജലീൽ വീണ്ടും തവനൂരിൽ മത്സരിച്ചേക്കുമെന്നാണ് സൂചനകൾ. ജലീലിനെ മുൻനിർത്തി UDF-നെതിരെ നീക്കം CPM ശക്തമാക്കി കഴിഞ്ഞു. ഇതോടെ കെ ടി ജലീൽ 4ാമതും തവനൂരിൽ മത്സരിക്കാൻ സാധ്യതയേറുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 2-നായിരുന്നു ജലീൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. എന്നാൽ മാസങ്ങൾക്കപ്പുറം സാഹചര്യങ്ങൾ മാറി മറിയുന്നു. കാരണം CPM-ന് അവിടെ ലീഗിനെതിരെ ഉയർത്താനുള്ളൊരു മുഖമില്ല. അബ്ദുറഹ്മാൻ ഇപ്പോഴത്തെ കായിക മന്ത്രി മത്സരിക്കാൻ അവിടെ താല്പര്യമില്ല എന്നറിയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ജലീലിന്റെ സാധ്യതകൾ കൂടുന്നത്. CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 2-നാണ് താൻ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന നിലപാട് കെ ടി ജലീൽ പ്രഖ്യാപിച്ചത്. മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും മുസ്ലിം ലീഗിനെതിരായ പോരാട്ടത്തിൽ സജീവമാകുമ്പോൾ തവനൂരിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ കളമൊരുങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമായ സൂചന. തവനൂരാകട്ടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് മാത്രമേ ജയസാധ്യതയുള്ളൂ എന്ന് ഇടതുപക്ഷത്തിൽ നന്നായിട്ട് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പാർട്ടി ചിഹ്നത്തിൽ ആർക്കും ജയിക്കാനാകില്ല. ഇടതുപക്ഷത്തിന് ജലീലിലൂടെ ലഭിക്കുന്ന വോട്ടുകൾ മറ്റാരിലൂടെയും ലഭിക്കുകയില്ല എന്നും കൃത്യമായിട്ടും ഇടതുപക്ഷത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ പാർട്ടി വീണ്ടും അദ്ദേഹത്തെ തവനൂരിൽ മത്സരിക്കാൻ ചുമതലപ്പെടുത്തുമെന്ന കണക്കൂട്ടൽ തന്നെയാണ് ജലീലിനുമുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ്. കാരണം പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ കാര്യത്തിൽ പാർട്ടിക്കാകട്ടെ ജലീലിന് പകരം മറ്റു പലരുടെയും പേരുകൾ അവിടെ പരിശോധിച്ചിരുന്നു. B. അബ്ദുറഹ്മാനെ തവനൂരിൽ കൊണ്ടുവരാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം അതിനോട് താല്പര്യം കാണിച്ചില്ല. അതുപോലെ തന്നെ തവനൂരിൽ തന്നെയുള്ള ഇടതുപക്ഷ നേതാക്കൾക്ക് അവിടെ ജയസാധ്യത കുറവാണ് എന്നൊരു വിലയിരുത്തലുമുണ്ട്. ആ സാഹചര്യത്തിൽ ജലീലിന് തന്നെയാണ് വീണ്ടും അവിടെ മത്സരിക്കാനുള്ള ഒരവസരം ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ 4ാമതും മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജലീൽ മാറും. അത് മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യത്തെ ഒരു സാഹചര്യവും ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. എന്തുതന്നെയാണെങ്കിലും ജലീലിനെ സംബന്ധിച്ച് ഇനി പാർട്ടി ഇതിൽ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് അദ്ദേഹം ഉള്ളത്. പാർട്ടിക്ക് താൻ മാറുകയാണ് എന്ന സന്ദേശം നൽകി പാർട്ടിക്ക് പകരം തനിക്ക് പകരം അവിടെ ആരെങ്കിലും വെക്കാൻ കഴിയുമെങ്കിൽ വെക്കട്ടെ, അതല്ലെങ്കിൽ താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന നിലപാട് തന്നെയാണ് ജലീലിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ തവനൂരിൽ ജലീലല്ലാതെ ജയിച്ചു കയറാനാകില്ല എന്ന നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തലിൽ വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ജലീൽ വീണ്ടും തവനൂരിൽ മത്സരിക്കുമെന്ന വ്യക്തമായ സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. അങ്ങനെ വന്നാൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒരു മണ്ഡലത്തിൽ 4 തവണ മത്സരിക്കുന്ന ആദ്യത്തെ ഇടതുപക്ഷ നേതാവായിട്ട് ജലീൽ മാറുകയും ചെയ്യും. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. നികേഷ് കുമാർ പാർട്ടിക്ക് ബാധ്യതയാകുന്നു. പാർട്ടിയുടെ സമൂഹമാധ്യമ ഇടപെടൽ പരാജയമാകുന്നുവെന്ന് CPM-ൽ വിമർശനം. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം MV നികേഷ് കുമാറിനാണ് നവമാധ്യമ പ്രചാരണത്തിന്റെ ചുമതല. പാർട്ടിക്ക് പ്രതിരോധം തീർക്കലും സർക്കാരിന്റെ നേട്ടങ്ങളുടെ പ്രചാരണവും നേരത്തെ ഉള്ളത്ര പോലും കാര്യക്ഷമമാക്കാൻ നികേഷിനു കഴിയുന്നില്ല എന്നാണ് വിമർശനം. നികേഷ് കുമാറിന് പാർട്ടി നൽകുന്ന അലവൻസിന്റെ കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നാണ് വിവരം. VV അരുൺ ഇന്ന് രാവിലെ വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. പാർട്ടി ചാനലും പത്രവും കൊണ്ട് മാത്രം മാധ്യമ പ്രചരണങ്ങളെ ചെറുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തമായ ഇടപെടൽ വേണമെന്ന് CPM നേരത്തെ CPM സംസ്ഥാന സമ്മേളനവും അതുപോലെ തന്നെ പാർട്ടി കമ്മിറ്റികളും ഒക്കെ തീരുമാനിച്ചതാണ്. അതിനുവേണ്ടിയാണ് ഒരു നവമാധ്യമ ടീമിനെ CPM തയ്യാറാക്കിയത്. നേരത്തെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ കടന്നലുകളും പോരാളി ഷാജിമാരും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പലപ്പോഴും പാർട്ടിക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കിയതെന്ന് CPM തിരിച്ചറിയുന്നു. പ്രത്യേകിച്ച് ശബരിമല സ്ത്രീ പ്രവേശന സമരകാലത്തൊക്കെ വലിയ തിരിച്ചടി CPM-ന് ഇടതുമുന്നണിക്കും ഉണ്ടാക്കിയത് സൈബർ സംഘങ്ങൾ
നേതാക്കളുടെ വഴിവിട്ട നീക്കങ്ങളായിരുന്നു അല്ലെങ്കിൽ പരിധി കടന്നുള്ള വിമർശനങ്ങളായിരുന്നു എന്ന് CPM നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നവമാധ്യമ രംഗത്തെ ഇടപെടൽ കാര്യക്ഷമമാക്കാൻ CPM തീരുമാനിച്ചത്. മാധ്യമപ്രവർത്തനം മതിയാക്കി CPMന്റെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വന്ന MV നികേഷ് കുമാറിനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി ഉൾപ്പെടുത്തിയ ശേഷം CPM നൽകിയത് AK സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്ന നിർദ്ദേശമാണ്. അവിടെ അദ്ദേഹത്തിന് നവമാധ്യമ ചുമതല നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന് നേതൃത്വം വലിയ പദ്ധതികൾ CPM ആലോചിച്ചു. പക്ഷേ അതൊന്നും കാര്യമായി ഗുണം ചെയ്യുന്നില്ലെന്ന വിലയിരുത്തലും വിമർശനവുമാണ് ഇപ്പോൾ CPMൽ ഉയരുന്നത്. ആദ്യം അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണ് നികേഷ് കുമാർ ചുമതല ഏറ്റെടുത്തത്. അവിടെ അദ്ദേഹം നടത്തിയ പ്രവർത്തനം പലപ്പോഴും CPMന് അനുകൂലമായ സാഹചര്യം, പ്രത്യേകിച്ച് നീലപ്പെട്ടി വിവാദം അടക്കമുള്ള കാര്യങ്ങളിൽ CPMന് അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഇല്ലാതാക്കിയെന്ന വിമർശനം അന്ന് തന്നെ ഉയർന്നു വന്നു. ഫലത്തിൽ CPMന്റെ സ്ഥാനാർത്ഥി വലിയ പരാജയോടെ ഏറ്റുവാങ്ങേണ്ടി വന്നു. നിലമ്പൂരായിരുന്നു അടുത്ത പരീക്ഷണശാല, നികേഷ് കുമാറിനെ വെച്ചുള്ള CPMന്റെ പരീക്ഷണശാല. അവിടെയും വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമ രംഗത്ത് പിന്നിൽ പോയി എന്ന വിമർശനം സ്ഥാനാർത്ഥിക്ക് തന്നെ, അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന സംസ്ഥാന സെക്രട്ടറി M സുരാജന് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ പോലും ഈ സാമൂഹ്യ മാധ്യമ രംഗത്ത്, പ്രത്യേകിച്ച് ഈ സൈബർ രംഗത്ത് വലിയ മുന്നേറ്റം CPMന് തുടക്കം മുതൽ കൃത്യമായ ഒരു സാധ്യത ഉപയോഗിച്ചത് ആദ്യം CPM എന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെയുള്ള മേൽക്കൈ പോലും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പല കാര്യങ്ങളിലും പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിലാകുമ്പോൾ വേണ്ടവിധം പ്രതിരോധിക്കാൻ, അതിനെ മറികടക്കാൻ, ആ പ്രതിരോധം മറികടക്കാനുള്ള ശക്തി CPMന്റെ സൈബർ സംഘങ്ങൾക്കില്ലാതെ പോകുന്നു. പല തന്ത്രങ്ങളും പിഴയ്ക്കുന്ന വിമർശനമാണ് പ്രധാനമായും MV നികേഷ് കുമാറിനെതിരെ ഉയരുന്നത്. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി മുൻകൈയെടുത്താണ് നികേഷ് കുമാറിനെ ഈ നവമാധ്യമ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് തന്നെ പലർക്കും അതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന വിലയിരുത്തലാണ് CPMൽ പൊതുവിൽ ഉയർന്നു വരുന്നത്. പാർട്ടി മുഴുവൻ സമയ പ്രവർത്തകർക്ക് CPM അലവൻസ് നൽകാറുണ്ട്. പക്ഷേ നികേഷ് കുമാർ നൽകുന്ന, ജില്ലാ കമ്മിറ്റി അംഗമായ നികേഷ് കുമാറിന് വലിയ അലവൻസ് നൽകുന്നു. അതിലും CPMൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. വലിയ ചിലവാണ് നികേഷ് കുമാർ ഈ നവമാധ്യമ രംഗത്ത് കൊണ്ടുവരുന്ന എല്ലാ പ്രോജക്ടുകൾക്കും വലിയ ചിലവുണ്ടാകുന്നുണ്ട്. അതിലും ആശങ്കയും വിമർശനവും CPMനുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് വർഷത്തിൽ നികേഷ് കുമാറിനെ മാറ്റുക എന്ന നടപടിയിലേക്കൊന്നും CPM പോകാനിടയില്ല. പകരം ഇത് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന വഴികളാണ് CPM തേടുന്നത്. വി അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും. സാന്ദ്ര തോമസ് കോടതിയിലേക്ക് പോയിരുന്നു. പക്ഷേ സാന്ദ്രയ്ക്ക് ഇന്ന് തിരിച്ചടിയുണ്ടായി. സാന്ദ്ര നൽകിയ ഹർജികൾ ഇന്ന് കോടതി തള്ളി. സംഘടനാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തലെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് എറണാകുളം സബ് കോടതി തള്ളിയത്. വിധിയെ മാനിക്കുന്നുവെന്നും എന്നാൽ നിരാശയും വേദനയുമുണ്ടെന്നും സാന്ദ്ര പറഞ്ഞു. ഹർജി തള്ളി എന്ന് പറയുന്നത് 3 ഇൻ്ററിം പെറ്റീഷൻസ് കൊടുത്തിരുന്നു. ഒന്ന് ഈ വരണാധികാരി എൻ്റെ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ചും അത് ശരിയല്ല, അത് മാറ്റണം. കാര്യം അങ്ങനൊരു അപ്പോയിൻമെൻറ്റ് നടന്നിട്ടില്ല. നമ്മുടെ ബൈലോ പ്രകാരം അങ്ങനൊരു അപ്പോയിൻമെൻറ്റ് ഇല്ല. കൂടാതെ ഒരു ജനറൽ ബോഡിയിലും അങ്ങനൊരു തീരുമാനവുമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരണാധികാരിയുടെ അപ്പോയിൻമെൻറ്റ് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കോടതി ഇടപെട്ട് ഈ ഇലക്ഷൻ നടത്തണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തത്. മൂന്നാമത്തത് എൻ്റെ ആപ്ലിക്കേഷനായിരുന്നു. ഈ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന എൻ്റെ ആപ്ലിക്കേഷൻ. ഈ 3 കാര്യമാണ് ഇപ്പോൾ തള്ളി എന്ന് പറയുന്നത്. ഇതിൽ എൻ്റെ നോമിനേഷൻ തള്ളിയതിന് ഇതുവരെ വന്നിട്ടില്ല. നോമിനേഷൻ തള്ളിയതിൻ്റെ കൊടുത്തേക്കുന്ന വേറെ സൂട്ടാണ്. അതിൻ്റെ റിസൾട്ട് ഇതുവരെയും വന്നിട്ടില്ല. അത് പെൻഡിങ്ങിലാണ്. ഈ ആദ്യം കൊടുത്ത വരണാധികാരിക്കെതിരെ കൊടുത്ത ഈ 3 ആപ്ലിക്കേഷനാണ് തള്ളിയതായിട്ട് ഇപ്പം അറിഞ്ഞിരിക്കുന്നത്. സാന്ദ്ര ഉന്നയിച്ച കാര്യങ്ങൾ വ്യാജമെന്ന് തെളിഞ്ഞതായും ബൈലോ പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയതെന്നും നിർമ്മാതാക്കളായ സുരേഷ് കുമാറും ലിസ്റ്റിൻ സ്റ്റീഫനും പ്രതികരിച്ചു. കോടതി അവർക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് കോടതി കണ്ടെത്തി. അത് വളരെ നല്ലൊരു, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വിധി തന്നെയാണ്. പിന്നെ നമ്മൾ റിട്ടേണിംഗ് ഓഫീസറെ വെച്ച് തെറ്റാണെന്ന് പറഞ്ഞാൽ അതും തള്ളി. അപ്പം നമ്മൾ റിട്ടേണിംഗ് ഓഫീസറെ വെച്ചിട്ടുണ്ടായിരുന്നത് അത് പാടില്ല എന്നുള്ളത് അതും തള്ളി. അപ്പം ഇതൊരു നമ്മൾ പ്രതീക്ഷിച്ച വിധി തന്നെയാണ്. സന്തോഷം. അല്ല, പ്രൊഡ്യൂസർ അസോസിയേഷന്റെ മെമ്പേഴ്സിനെതിരെ പരാതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനെതിരെ പരാതിയായിരുന്നു, ഭരണാധികാരിക്കെതിരെ പരാതിയായിരുന്നു, ബൈലോയ്ക്കെതിരെ പരാതിയായിരുന്നു. ഇനിയിപ്പോൾ കോടതിയും തെറ്റാണോ എന്ന് പറയുമെന്ന് അറിയത്തില്ല. എന്തെല്ലാം ചീപ്പ് ഷോകളാണ് കാട്ടിക്കൊണ്ടിരുന്നത്. നമ്മളൊക്കെ അതായത് സിനിമകളിലെ റിവ്യൂ എടുക്കുന്ന മറ്റേ നമ്മുടെ അലൻ ജോസ് പെരേര,
ആറാട്ടണ്ണൻ, അവരെ കൊണ്ടിട്ടൊക്കെ ഈവൻ എടുപ്പിച്ച് സാന്ദ്ര തോമസ് എന്ന പുലിക്കുട്ടിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരെ കൊണ്ട് അഭിപ്രായം എടുപ്പിക്കുന്നു, MLA കൊണ്ട് അഭിപ്രായം എടുപ്പിക്കുന്നു. ഇതെന്താണ്? പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വോട്ടുള്ളത് ആകെപ്പാടെ 315 പേർ. തീർച്ചയായിട്ടും ആൾക്കെന്തോ ഫ്രസ്ട്രേഷൻസ് വന്നതാണെന്നോ ഞങ്ങളുടെ ഒരു പൂർണ്ണ വിശ്വാസം. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും ഇതിലെ തുറന്നടിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമുള്ള കേസല്ലല്ലോ. ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സമർപ്പിച്ച ഹർജികളിൽ അതിലെ ഉപഹർജികളിലെ ആവശ്യമാണ് ഇന്ന് എറണാകുളം സബ് കോടതി തള്ളിയത്. സാന്ദ്ര തോമസ് പറഞ്ഞിരുന്ന ഉപഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുക, അതോടൊപ്പം തന്നെ വരണാധികാരിയുടെ നിയമനം അസാധുവാണ്, ബൈലോയിൽ പറയാത്തതാണ് വരണാധികാരിയുടെ നിയമനം എന്ന് പറയുന്നത്, അത് റദ്ദ് ചെയ്യുക, അതോടൊപ്പം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അത് നിർത്തിവെക്കുക എന്നതാണ്. അതിന്റെ ഫലപ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇതാണ് എറണാകുളം സബ് കോടതി ഈ ഉപഹർജിയിലെ ഈ 3 ആവശ്യങ്ങളാണ് തള്ളിയത്. നേരത്തെ സാന്ദ്ര തോമസ് ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രികാ സമർപ്പണം നടത്തിയിരുന്നു. എന്നാൽ അത് ഈ നിയമത്തിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബൈലോ പ്രകാരം അത് അസോസിയേഷൻ തള്ളുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് സാന്ദ്ര തോമസ് പ്രധാനപ്പെട്ട ഹർജി സമർപ്പിച്ചിരുന്നത്. ആ ഹർജിയിലെ തുടർവാദവും മറ്റു വിശദീകരണങ്ങളും ഇനിയും ആവശ്യമാണ്. അതുകൊണ്ട് അതിലെ വാദങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ മാത്രമാണ് നടക്കുക. പക്ഷെ സാങ്കേതികമായി ഇപ്പോൾ സാന്ദ്ര തോമസ് സമർപ്പിച്ച ഹർജി തള്ളിയത് നിലനിൽക്കുകയും ചെയ്യും. കാരണം ഈ ബൈലോ പ്രകാരം തന്നെയാണ് ഇത് തള്ളിയത്. വരണാധികാരി എന്ന നിലയിൽ അയാളുടെ അധികാരങ്ങൾ ചോദ്യം ചെയ്ത് സാന്ദ്ര തോമസ് സമർപ്പിച്ച ഹർജി തള്ളുകയും ചെയ്ത ആ ഒരു സാങ്കത്യത്തിലാണ് സാന്ദ്ര തോമസിന്റെ ഈ ഉപഹർജി തള്ളുകയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആവശ്യമായ തന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സമർപ്പിച്ച പത്രികാ സമർപ്പണം തള്ളിയത് ചോദ്യം ചെയ്തിട്ടുള്ള ഹർജിയിലുള്ള വാദങ്ങൾ തുടരുകയും ചെയ്യുന്നത്. നിലവിൽ സാന്ദ്ര തോമസിന് ഒരു തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു. വളരെ പെട്ടെന്ന് വിധി ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ആവശ്യങ്ങൾ തള്ളിയിരിക്കുകയാണ്. നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നത്. ഇതിനോട് സാന്ദ്ര തോമസിന്റെ എതിർചേരിയിലുള്ളവർ പറയുന്നത് പ്രധാനമായും സാന്ദ്രയുടെ വാദങ്ങൾ അത് ഒരു അടിസ്ഥാനമില്ലാത്തതാണെന്ന് കോടതി വഴി തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. സാന്ദ്ര വെറുതെ അഭ്യൂഹങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുകയായിരുന്നുവെന്നാണ് ഇതിനോട് മറ്റ് നിർമ്മാതാക്കൾ പറഞ്ഞത്. എന്നാൽ സാന്ദ്ര തോമസ് പറഞ്ഞത് ഈ കോടതി വിധി മാനിക്കുന്നു, പക്ഷെ തനിക്ക് അങ്ങേയറ്റം നിരാശയുണ്ട്, അങ്ങേയറ്റം സങ്കടമുണ്ട് എന്നവർ പറയുന്നു. താൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. തന്റെ പ്രധാനപ്പെട്ട ആവശ്യം അത് കോടതിയിൽ അത് വാദങ്ങൾ തുടരുകയാണ്. എന്തായാലും സാങ്കേതികമായി ഇപ്പോൾ തനിക്ക് മത്സരിക്കാനായിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയില്ല, എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നതെന്നാണ് അവർ പറയുകയും ചെയ്തത്. നമ്മുടെ പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക് പോകാം. മുകളിൽ ഒരാളുണ്ട്. ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ബേക്കറിയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ കടയുടമ കണ്ണമംഗലം സ്വദേശി ലക്ഷ്മണൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇടവേള.